സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും. സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ. എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. അമ്മു എഴുന്നേറ്റേ, സമയം എത്രയായെന്ന് അറിയോ നിനക്ക്? കുറച്ചു നേരം കൂടെ അമ്മ, 5 മിനിറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ എഴുന്നേറ്റോളാം. ഇനിയും 5 മിനിറ്റോ? ഇപ്പൊ തന്നെ മണി 8 നീ എന്തേ പറഞ്ഞെന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്? അയ്യോ, ശ്രീജി മിസ്സിന്റെ ക്ലാസ്. അമ്മ ഞാൻ നേരത്തെ വിളിക്കാൻ പറഞ്ഞതല്ലേ? ആ അതുകൊള്ളാ. നിന്നെ ഞാൻ എപ്പം മുതൽ വിളിക്കുന്നതാ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പാതിരാത്രി വരെ ഫോണും കുത്തിക്കൊണ്ടിരിക്കരുതെന്ന്. നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റൂ. ആ മതി മതി, ഒരു അബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ആ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതി കേട്ടോ. ഇനിയും ചടഞ്ഞിരിക്കാതെ വേഗം റെഡിയായി പോവാൻ നമുക്ക് പെണ്ണേ നീ. ആ ശരി. ഓ എന്റെ കർത്താവേ, ഞാനിനി എപ്പോ റെഡിയായി കോളേജിൽ എത്താനാ? ആ ഐഡിയ, ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ദിവസം വിളിച്ചില്ലെന്ന് മഞ്ജു പോലീസ് ഒന്നും പിടിക്കൂലല്ലോ. പണ്ട് തേക്കണോ? ആ തേച്ചേക്ക്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഷോ, എന്റെ ഒരു ബുദ്ധി, എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. മമ്മി, ഫുഡ്. നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ? നീ എന്ത് കുളിയാടി കുളിച്ചത്? അതെ, ആര് കുളിച്ചു? അപ്പൊ നീ കുളിച്ചില്ലേ? ഏയ്, വീട്ടിൽ ഫോൺ ഉണ്ടല്ലോ മമ്മി, പിന്നെ എങ്ങനെയാ നമ്മൾ കുളിക്കുന്നത്? ഈ മമ്മിക്ക് ഒന്നും അറിയില്ല. അയ്യേ, അപ്പൊ നീ കുളിക്കാതെയാണോ കോളേജിൽ പോണേ? നീ ഇട്ട മോള് തന്നെയാണോ? Any doubt? ആ ഇപ്പൊ എനിക്ക് നല്ല സംശയമുണ്ട്. നീ എന്ത് തന്നെയാണോ? ആ വാർഡിൽ വെച്ച് കൊച്ചു മാറിപ്പോയെന്നാ തോന്നണേ. ആ ശരിയായിരിക്കും. എവിടെയോ രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട ഞാനാ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ ആണ്. ആ അത് ചിലപ്പോ ശരിയായിരിക്കും. എന്റെ അപ്പുറത്ത് പ്രസവിച്ച് വരുന്നതേ ഒരു തമിഴെത്തിയ. അപ്പൊ ശരിക്കുള്ള എന്റെ മോള് ഇവിടെ ഒന്നുമല്ല. പോടണം, ഒരു തമാശ പറയാനും പറ്റൂല ഈ മമ്മിയോട്. അപ്പോഴേക്കും സീരിയസ് ആക്കി എടുത്തോളൂ കൊച്ചുകാളി. ഇനിയും ഇങ്ങനെ ഇരിക്കുവാണെങ്കിലേ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വരും പൊന്നുമോള്. അയ്യോ എന്റെ ക്ലാസ്, ഞാൻ പോവാണേ. എന്റെ മാതാവേ, ഇതിനെയാണോ ഇടിവിട്ട് എന്റെ തലയിൽ പാമ്പ് അടിച്ചു എന്ന് പറയുന്നത്? ഞാനിനി എന്ത് ചെയ്യും? നീ ഇതുവരെയും പോയില്ലേ അമ്മോ? വണ്ടി പണി തന്നു അമ്മ. ആ അടിപൊളി. ഇതാ പറയുന്നേ നേരത്തെ കാലത്ത് എഴുന്നേൽക്കണമെന്ന്. മനസ്സിലായോ? ശവത്തി കുത്തല്ലേ, പപ്പിച്ച ഇവിടെ. എന്നെ ഒന്ന് കൊണ്ടാക്കാൻ പറ. അതിന് അവരിവിടെ ഇല്ലല്ലോ. ഇല്ലേ? ഇത്രയും നേരത്തെ അവരവിടെ പോയി. പപ്പ ഒരു ക്ലയന്റിനെ കാണാൻ പോയി. ആൽഫി ഏതോ ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു. ആ സുഭാഷ്. എന്റെ മോള് ഓടിക്കോ, വല്ല ബസ്സും കിട്ടും. വേഗം ചെല്ലാൻ നോക്ക്. ആ അല്ലെങ്കിൽ ഇനി അതേ വഴിയുള്ളൂ. ബൈ മമ്മി. നോക്കണേ, ആവശ്യ നേരത്തെ ഒരു ഒറ്റ ബസ് വരുന്നില്ല. ഉത്തരവാദിത്തമില്ലാത്ത നാളുകൾ. ഈശ്വര, ഇന്ന് ആ ശ്രീജൻസിന്റെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കും. അല്ലെങ്കിൽ ഞാൻ തലക്കിനെ കണ്ടൂടാ. ഈ വീട്ടിലെന്താ വരാത്തെ? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എനിക്ക്. അവൾ അങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോഴാണ് അകലെ നിന്നൊരു ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ ആരാ? ഈശ്വര, റൗഡി ഇല്ല വരുന്നത്. ഓ, അവരോട് ലിഫ്റ്റ് ചോദിക്കാം. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താണിത്? നീ ചാവാനായിട്ട് ഇറങ്ങിയിരിക്കാണോ? ഓ സോറി 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 സോറി, ലേറ്റ് ആയി. ഞാൻ ശ്രീജൻസിന്റെ ക്ലാസ് ഇല്ലേ, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോവോ? ഒരു ലിഫ്റ്റ് ചോദിക്കാൻ വന്നതാ ഞാൻ. ഇങ്ങനെയാണോ ലിഫ്റ്റ് ചോദിക്കുന്നത്? ഞാൻ ബൈക്ക് പിടിച്ചില്ലാതെ ഇനിയിപ്പോ മോർച്ചറി കൊടുക്കായിരുന്നു. ഇനി അതും ഇതൊന്നും പറഞ്ഞു നിൽക്കാൻ നേരമില്ല. വാ നമുക്ക് പോവാം. എങ്ങോട്ടാ ഈ ഇടിച്ചു തള്ളി? നിന്നെ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞു. അവന് പറയുന്ന മാത്രം എന്തിരിക്കുന്നു? നമ്മളങ്ങ് മനസ്സിലാക്കി പെരുമാറണം. ഒന്നും അറിയില്ല അല്ലേ? അങ്ങനെ പോ, നീ മനസ്സിലാക്കി പെരുമാറണ്ട. എന്റെ വണ്ടിയെ പോകാൻ നിനക്ക് ഏറ്റവും നീ വിചാരിക്കണ്ട. 10 മിനിറ്റ് കഴിഞ്ഞാല് ബസ് വരും, അതിൽ കയറി ആടി. ഇല്ല റൗഡി, അത് മതി. എന്നെ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ പോട്ടെ.
അവിടെ പ്ലീസ് എന്നെ കൂടെ ഇത്തിരി കൊണ്ടുപോകും. ഇപ്പൊ തന്നെ ലേറ്റായി. ആ ശ്രീജ മിസ് എന്നെ കൊല്ലും. പ്ലീസ് എന്നെ ഇത്തിരി കൊണ്ടുപോകും. പാരട്ടെ മാറി എന്നെ കൂടെ കൊണ്ടുപോയാലുണ്ടോ അവക്ക്? ബാക്കിലെ സീറ്റ് അവളുടെ അങ്ങോട്ട് 16 വെച്ചിരിക്കുന്നതാണല്ലോ. ഈശ്വര, ഇനി എപ്പോ ബസ് വന്ന് എപ്പോ കോളേജിൽ എത്താനാ ഞാൻ? ആ കുരുപ്പെന്താ വരാത്ത? മര്യാദക്ക് കയറ്റിക്കൊണ്ട് വന്നാ മതിയായിരുന്നു. മോശമായി പോയോ? ഇനി ബസ് കിട്ടിയില്ലേ? എന്താ ലേറ്റ് ആയ? ഇന്ന് ക്ലാസ്സിൽ നിന്ന് നേരത്തെ പറഞ്ഞതല്ലേ? സോറി മാം, വണ്ടി പണി തന്നു രാവിലെ ആയപ്പോ. പിന്നെ ഓടിപ്പിടിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്കും ബസ്സും കിട്ടിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാ ഒരു കാട്ടുമുയലിനെ കണ്ടു. പിന്നെ അതിനോട് സംസാരിച്ച് അതിനെയും പറഞ്ഞു എടുത്ത് അടുത്ത ബസ് കിട്ടി എത്തിയപ്പോഴത്തേക്കും ഞാൻ ലേറ്റായി പോയി. കാട്ടുമുയലോ? വാട്ടവർ. ഇനി ഇങ്ങനെ ഉണ്ടായ ക്ലാസ്സിൽ കഴിഞ്ഞ് നിൽക്കേണ്ടി വരും. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗാണ്. കാറ്റി. താങ്ക് യു മാം. നീ എന്താ ലേറ്റ് ആയേ? ഞാൻ മാമിനോട് പറഞ്ഞു, നീ കേട്ടില്ലേ? അത് കേട്ടു. പക്ഷെ ഈ കാട്ടുമുയലിന്റെ കാര്യം മാത്രം മനസ്സിലായില്ല. അതൊക്കെ മനസ്സിലാക്കിയവർക്ക് മനസ്സിലായി. നീ എന്നെ നോക്കിയിരിക്കാതെ ക്ലാസ് കൊടുക്കും, ഇല്ലെങ്കിൽ അവരെ വിളിച്ച് പുറത്തു നിർത്തും. സാന്ദ്ര കൊച്ചേ, ഈ മുയൽ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? പ്രത്യേകിച്ച് ഈ കാട്ടുമുയലിനെ കുറിച്ച്. മുയൽ കുഞ്ഞുങ്ങളോ? നല്ല രസമല്ലേ കാണാൻ? കൊഞ്ചിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഈ കാട്ടുമുയൽ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഞാൻ ഇന്നൊരു കാട്ടുമുയലിനെ കണ്ടു. കാണുമ്പോ ഒന്ന് കൊഞ്ചിക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അടുത്തറിയുമ്പോഴല്ലേ അറിയൂ ആള് കുറച്ച് ടെററാണെന്ന്. ആണോ? അപ്പോ ഈ കാട്ടുമുയല് ഈ സാധാരണ മുയലിനെ പോലെ അല്ലേ? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. പക്ഷെ ഈ ഒരെണ്ണം കുറച്ച് പെശക. മുള്ളറ്റോടിക്കുന്ന കാട്ടുമുയൽ. പുള്ളറ്റോടിക്കുന്ന കാട്ടുമുയല? അതെന്ത് മുയല്? പിന്നല്ലാതെ നീ പിന്നെന്താ കരുതിയെ? ഞാൻ ശരിക്കും കാട്ടുമുയലിനെ കണ്ടെന്നു. നിനക്ക് ചാടി ഒറ്റയ്ക്കുള്ള സത്താ പോലെ നിങ്ങളെ വെറുതെ കൊടുക്കണം. ഇതൊക്കെ ഒരു രസമല്ലേ മോളെ സാന്ദ്രക്കച്ചേ? പിന്നെ രസം? ആ രസമായിട്ട് സാമ്പാറാക്കും, നോക്കിക്ക. പിന്നെ സാമ്പാർ ഒന്ന് പോയൊരു വേണേ. അത് കാണുന്ന പോലെയൊന്നുമല്ല, വേറും പേടിത്തൊണ്ടിയാ. ഈ ആർഷ ആരാണെന്ന് അവർക്ക് മനസ്സിലായി. അതാ നീ എന്തുവാടി വെച്ചേ ഈ മോഷ്ടി കാണിക്കുന്നേ? എന്തെങ്കിലും പറയാനാണെങ്കിൽ വായൊന്ന് പറയണേ അങ്ങോട്ട്. നീ ഒന്ന് പുറത്തേക്ക് നോക്കിക്കേ. കർത്താവേ, പെട്ടോ ഇതിന്റെ സ്ഥായിഭാവം ഇത് തന്നെയാണോ ഭഗവാനെ? അല്ല, റൗഡിയപ്പോ ഒന്ന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? അല്ല, എന്തെങ്കിലും നിക്കുന്നേ? കാല് കഴിക്കില്ലേ? റൗഡി ഇരുന്നു. ഞാൻ വന്നിട്ട് കുറച്ച് കൊല്ലായി. നിനക്ക് നീ കുടിക്കാൻ വേണോ? തൽക്കാലം ഞാൻ ഇവിടെ നിന്നോളാം. ആണല്ലേ? എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട്? സ്മാർട്ട്നെസ് എനിക്കിഷ്ടമാണ്. എന്ന് കരുതി ഓവർ സ്മാർട്ട് ആവരുത്. നീ ഇത്ര നേരം എന്താ പറഞ്ഞിരുന്നല്ല? എന്താ അത്? അത് പിന്നെ ഞാനൊരു തമാശക്ക്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ തമാശ കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുതെന്ന്. ഓഹോ, വന്നത് ഇന്ത്യയുടെ കാട്ടുമുയല്. എടി ഇല്ല. ആ നിക്ക്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇനിയും നിന്റെ അടുത്ത് വരും. എൽസാന്ന് വിളിക്കും, റൗഡിന്ന് വിളിക്കും, ചിലപ്പോ കാട്ടുമുയലെന്ന് വിളിച്ചത് വരും. നീ എന്ത് ചെയ്യും? നീ വിളിക്കോന്ന്? ആ വിളിക്കും. കാണിക്കുന്നേ ഇവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ശല്യം ചെയ്യാനായിട്ട് വരരുതെന്ന്. ഇവൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അപ്പോഴാണ് വേദന കൊണ്ട് നിറഞ്ഞ ആർഷയുടെ കണ്ണുകൾ എൽസ കാണുന്നത്. പെട്ടെന്ന് അവൾ കൈവിടുന്നു. എന്തോ ആർഷയുടെ നിറഞ്ഞ കണ്ണുകൾ എൽസയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പെട്ടെന്ന് തന്നെ ഒന്നും മിണ്ടാതെ എൽസ തിരിഞ്ഞു നടന്നു. അവിടെ ഒന്ന് നിന്നേ. നീ എന്താ പറഞ്ഞേ? നിന്നെ ശല്യം ചെയ്യാൻ വരരുതെന്നോ? എന്ന ചെവി തുറന്നു കേട്ടോ. ഞാൻ ഇനിയും നിന്റെ പിന്നാലെ വരും. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തോ. അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞേ? അവൾ എന്നെ ഒന്നും ചെയ്യില്ല എന്ന ധൈര്യത്തിൽ. അതെന്താ എനിക്ക് ഇത്ര ഉറപ്പ്? അതൊക്കെ ഉണ്ട്.
ഒരുപക്ഷെ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കിത് എന്ത് പറ്റി എൽസ? അവളുടെ കണ്ണു നിറഞ്ഞപ്പോ നിനക്ക് എന്താ? നീ അവൾക്ക് മാത്രം എന്തെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടോ? വേണ്ട എൽസ, പാടില്ല. അങ്ങനെ ഒന്നും നിന്റെ മനസ്സിൽ വരാൻ പാടില്ല. നിനക്ക് നീ മാത്രം മതി, നീ മാത്രം മതി. വേറെ ആരും വേണ്ട, വേറെ ആരും നിനക്ക് വേണ്ട. എന്താടി? അതെ, വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നു. ഒന്ന് പോയി മേടിച്ചോണ്ട് പോയോ? ഇന്ന് തന്നെ പോണോ? നാളെ പോയാ പോരെ? ആ മതി. അപ്പോ നാളെ എല്ലാവർക്കും വായി ഭക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ പോയാ മതി. കോപ്പ് മനുഷ്യനൊന്നും പുറത്തിരിക്കാനൊന്നും സമ്മതിക്കൂല. ഇവിടെ സൽപുത്രൻ എവിടെ? അവൻ വന്നപ്പോ മുതൽ ആ ലാപ്പിന്റെ മുന്നിൽ പെറ്റിടക്കുവാ. അതല്ലേ? അപ്പൊ ഞാൻ തന്നെ പോണല്ലേ? ആ, നാളത്തേക്ക് വല്ലതും കഴിക്കാൻ വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ പോണ്ടാട്ടോ. ആ പോവാ. ഇനി അതിന്റെ പേരിൽ ഇവിടെ ആരും പട്ടിണി കിടക്കണ്ട. എവിടേക്കാ പപ്പ പോകുന്ന? സൂപ്പർ മാർക്കറ്റ്. ആഹാ, എന്നാ ഞാനും ഉണ്ട്. നീ ഇതെങ്ങോട്ടാ? പപ്പയുടെ കൂടെ. ആ, അങ്ങനെ ഇപ്പൊ നീ പോകണ്ട, സമയം ഒത്തിരിയായി. പാതിരാത്രി അവള് കറങ്ങാൻ നടക്കുവാ. നിനക്കിത് എന്താ ലിജി? അവളും കൂടി വന്നോട്ടെ, എനിക്കൊരു കൂട്ടാവൂലോ. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിച്ചോ. ഇപ്പോഴും 10 വയസ്സാന്ന ഒരുത്തിയുടെ വിചാരം. അപ്പയ്ക്കാണെങ്കിലോ അവൾ ഇപ്പോഴും LKG. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ആ, എന്റെ മോൾ എനിക്ക് എപ്പോഴും കൊച്ചുകൂട്ടി തന്നെയാ. ഈ അമ്മയ്ക്ക് കുശുമ്പാ പപ്പ. അമ്മയെക്കാളും പപ്പയ്ക്ക് എന്നെ ഇഷ്ടായുണ്ട്. ഓ പിന്നെ കുശുമ്പ്. ഒന്ന് പോയേടി പെണ്ണെ, അത് ഇതിയാനോട്. എനിക്ക് വേറെ പണിയില്ലല്ലോ. എന്തായാലും നിനക്കൊരു പുറ്റ്നാം കല്യാണം കഴിഞ്ഞ സമയത്ത് കാര്യം പറയണം. ഇച്ഛയാ? അതെന്താ പപ്പ അത്രയും വലിയ കാര്യം? എന്നോടും കൂടെ പറ. നിനക്കിത് എന്താമോ? വേഗം പോകാൻ നോക്കി. ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ എന്താ വരുന്നേ പപ്പ? നീ ഇതെങ്ങോട്ടാ? ഇച്ചയുടെ അടുക്ക് ഇപ്പൊ വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾ എന്താ കൊച്ചിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞേ? അത് പിന്നെ ആ ഒരു ഫ്ലോയ്ക്ക്. നിങ്ങൾ പോയിട്ട് വാ, ഇതിനുള്ള ഞാൻ തരുന്നുണ്ട്. എന്റെ പൊന്നല്ലേ, ഒന്ന് ക്ഷമേ. ഈശ്വര, എന്റെ കാര്യത്തിൽ തീരുമാനായി. എന്താടി കുരുട്ടെ? ഞാനും പപ്പയും കൂടെ പുറത്തു പോവാ. നീ വരുന്നോ? ഇല്ലടി പെണ്ണെ, കുറച്ച് അധികം വർക്കുണ്ട്. നിങ്ങൾ പോയിട്ട് വാ. എന്നാ ഓക്കെ. നിനക്ക് എന്തെങ്കിലും മേടിക്കണോടാ? ആ, 2 സ്ട്രോബെറി മിൽക്ക് മേടിച്ചോ. അയ്യേ, ഇത്രയും പ്രായമായിട്ട് നീ എന്താടാ ചെറുക്കാൻ നന്നാവാത്തെ? ആരാ ഇത് പറയുന്നത്? ഇപ്പഴും ഞാൻ കൈയിട്ട് വരി കഴിക്കുന്ന നീയോ? അത് പിന്നെ ശീലമായി പോയില്ലേ, മാറ്റാൻ പറ്റണ്ടേ ചക്കരെ? ആ, അതാണ് സെയിം അവസ്ഥ മുത്തേ. അയ്യോ, സംസാരിച്ചേക്കാൻ നേരില്ല. പപ്പ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ പോയിട്ട് വരാം, വന്നിട്ട് പക്കടാം. പോവാം പപ്പ. നീ ഇപ്പൊ എന്തിനാ ഓടിക്കളിച്ച് അവന്റെ അടുത്തേക്ക് പോയേ? അത് പിന്നെ വല്ലതും വേണമെന്ന് ചോദിക്കാൻ. എന്നിട്ട് അവൻ സ്ട്രോബെറി മിൽക്ക് ആണെന്ന് പറഞ്ഞു. നാണല്ലോ രണ്ടിനും. ഇപ്പഴും സ്ട്രോബെറികൾക്കും ജാമും കഴിച്ച് പിള്ള കളിച്ച് നടക്കാൻ. മമ്മി അങ്ങനെ പറയരുത്. ഞങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ. അതിന്റെ പരിഗണന തരണം മിസ്റ്റർ. പരിഗണന ദേ എന്റെ വായിന്ന് വല്ലതും വീഴുന്നതിന് മുമ്പ് 2 പോവാൻ നോക്ക്. അമ്മൂസയെ, എന്താ പപ്പ? മാളാണ്. ഇഷ്ടംപോലെ ഷോപ്പും ഇഷ്ടംപോലെ സാധനങ്ങളും കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. വന്ന കാര്യം നടത്തുന്നു, തിരിച്ചു പോകുന്നു. മനസ്സിലായോ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. അവിടെ ചെല്ലട്ടെ, നമുക്ക് അപ്പ ആലോചിക്കാട്ടോ. പപ്പയുടെ പൊന്നല്ലേ, പപ്പയുടെ കയ്യിൽ അത്ര പൈസ ഒന്നുമില്ലടി. അതൊന്നും സാരമില്ല. അക്കൗണ്ടിൽ കൊറേ പൈസ പൂഴ്ത്തി വെച്ചിട്ടില്ലേ, അതൊക്കെ അങ്ങോട്ട് എടുക്കാൻ കൂട്ടാ. ഇവിടെ എന്റെ പോക്കറ്റ് കീറും. ലിജി അപ്പഴ പറഞ്ഞത് ഈ കുറിപ്പിനും കൊണ്ട് വരണ്ടാന്ന് കേട്ടാ മതിയായിരുന്നു. പപ്പയും മോളും നല്ല ഷോപ്പിങ്ങിലാണ്. അവളുടെ ആവശ്യങ്ങളൊക്കെ കേട്ട് പപ്പ നന്നായി വിയർക്കുന്നുണ്ട്. ഇനി നിന്നെയും കൂടി ഞാനൊരു സ്ഥലത്തും വരില്ല. കുറച്ച് സാധനം മേടിച്ചെന്നാണോ പപ്പ ഇങ്ങനൊക്കെ പറയുന്നേ? വിഷമായി കേട്ടോ. കുറച്ച് സാധനോ? മോളെ 2 കഴിക്കൊന്ന് നോക്കിട്ട് പറ കുറച്ചാണോ മനുഷ്യന്ന്. ആദ്യം മതി, നടക്കാൻ അങ്ങോട്ട്. നേരം വൈകിയത് നിന്റെ അമ്മയൊന്ന് കേൾക്കാനുള്ളതാ. ഹലോ, എന്നാ നിർത്തിയോ? ആണോ, ഞാനിപ്പോ തന്നെ അയക്കാം. ഒരു 5 മിനിറ്റ്.
മോള് പോയി കാറിലിരുന്നോ? പാപ്പ ഇപ്പൊ വരാം. പപ്പ എങ്ങോട്ട് പോവാ? പപ്പക്കാരെ മെയിൽ അയക്കാനുണ്ട്, ഇപ്പൊ തന്നെ അയക്കാം. ശരി. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. സിഗരറ്റും വലിച്ചു നിൽക്കുന്ന എൽസ. എൽസയല്ലേത്? എന്റെ പുണ്യാളാ, നിങ്ങൾക്ക് ഇതുമുണ്ടോ? ഏയ് റൗഡി, നീയോ? നീ എന്താ ഇവിടെ? അതെന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ? ഈ സമയത്ത് എന്താന്ന്? ഈ സമയത്തിന് എന്താ കുഴപ്പം? നീ ഉണ്ടല്ലോ ഇവിടെ, അപ്പൊ എനിക്ക് വരാൻ പാടില്ലേ? എന്നെ പോലെയാണോ നീ? അതെന്താ, നിനക്ക് കൊമ്പുണ്ടോ? അതൊക്കെ പോട്ടെ, എപ്പോ തുടങ്ങി ഈ ശീലം? എന്തു ശീലം? ഈ പുകച്ചു തള്ളുന്ന ശീലമേ. അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, ഇതൊക്കെ നല്ല കാര്യമൊന്നുമല്ല, അത് ഓർത്താ മതി. എന്നെ ഉപദേശിക്കാൻ നീ ആരോടി പുല്ലേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, ഇഷ്ടമുള്ള പോലെ ജീവിക്കും. എന്നെ ജോലി ചെയ്യാൻ നീ എന്നല്ല ആരും വരണ്ട. നിന്നെ ഉപദേശം നന്നാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രതീക്ഷ എനിക്കില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ദേഷ്യത്തിൽ നീ സ്വഭാവം ആദ്യം മാറ്റാൻ ശ്രമിക്കണം, എന്നാലേ ബാക്കി മൊത്തം ശരിയാവുള്ളൂ. നന്നാവും സ്വയം വിചാരിക്കണം, അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പോവാ. വേണ്ടായിരുന്നു. അപ്പൊ റൗഡിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇത് മതി, ഇനി നിങ്ങൾ വളച്ച് കുപ്പിയിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മോളെ റൗഡി എൽസേ. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. വീടിന് മുന്നിൽ തന്നെ ആൽഫിയും നിജിയും അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. മോളെ അമ്മു, നിന്നമ്മയുടെ മുഖത്തുവല്ല കടന്നൊരു കുത്തിയോ? ആ കടകൾ പപ്പയുടെ മുഖത്ത് കുത്താതിരിക്കാനേ പപ്പ ഒന്ന് സൂക്ഷിച്ചു. പറഞ്ഞു പേടിപ്പിക്കാതെ കുരുത്തേ. ഓ പിന്നെ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? മോളെ ലിജി, എവിടെയായിരുന്നു മനുഷ്യ നിങ്ങള്? അത് പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? ഈ പ്രായമായ കൊച്ചിനെയും കൊണ്ട് മേഞ്ഞു നടക്കാൻ. എന്റെ സ്ട്രോബെറി മിൽക്ക് മേടിച്ചായിരുന്നു. മേടിച്ചു വെച്ചാ മേടിച്ചു, സ്ട്രോബെറി മിൽക്കും എന്റെ ജാമും മേടിച്ചു. ഇപ്പൊ കയറി പൊക്കോളുണ്ട്. സ്ട്രോബെറി മിൽക്കും ജാമും കഴിക്കാൻ പറ്റിയ പ്രായം. അവനിനി ഇന്ന് പ്രായമൊക്കെ ഉണ്ടോ? എന്താ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പൊന്നുമോള്? ഇങ്ങോട്ട് വാടി കുരുപ്പേ, ഇതിന്റെ അമ്മ ഇപ്പൊ നിന്നെ പിടിച്ച് ബുദ്ധിയിലൊട്ടിക്കും. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ മനുഷ്യ? പ്രായമായ പെൺകൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ. അതിനിപ്പോ എന്താ ലിജി? ആ, അതിന് നിങ്ങൾക്കൊന്നും ആയില്ലല്ലോ. ഓരോന്ന് കേൾക്കുമ്പോ പേടിയാവാ. പെൺകുഞ്ഞുങ്ങളുള്ള ഓരോ അമ്മമാരുടെയും നെഞ്ചിൽ തീയാ. നിങ്ങൾക്ക് അത് വല്ലതും അറിയണം. എന്റെ ലിജി, നിനക്കിതെന്താ? ആവശ്യമില്ലാതെ എന്തിനീ ടെൻഷൻ? അവളെ എന്റെ മോളാ, അവളെ സംരക്ഷിക്കാൻ അവൾക്ക് നന്നായി അറിയാം. പിന്നെ അവൾക്കൊരു പോലെ പോലും പറ്റാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ കൊച്ചി തലിങ്ങനെ പോകാതെ വാ. തന്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്യുമായിരുന്നു എൽസ. ആ ചേച്ചിയെ കാണാൻ എന്ത് രസാലേ. ആ അത് സീനിയറാണെങ്കിൽ ആൾക്കാരൊന്നും നോക്കാൻ തോന്നും. ആർഷ പേര് പോലെ തന്നെ സുന്ദരിയ. ശരിക്കും ആ കണ്ണുകളിൽ കാണാൻ എന്ത് രസാന്നറിയോ? ആർഷ, എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല ചേച്ചി, ഞങ്ങള് വെറുതെ ഇരിക്കുന്നൊക്കെ കൊള്ളാം. ഈ സീനിയേഴ്സിനെ കാണുമ്പോൾ ഈ വെള്ളവർക്കുണ്ടല്ലോ, അത് വേണ്ട, മനസ്സിലായോ? അത് ചേച്ചി ഞങ്ങള് മേലെ ഇതുപോലെ എന്തെങ്കിലും ഞാൻ കേട്ടാൽ. എൽസ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കാണുന്നത് അമ്മയും സാന്ദ്രവും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൂടി കണ്ടതോടെ എൽസയ്ക്ക് ദേഷ്യം വരുന്നു. എന്തിനോട് നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്ന? മേലെ നിന്റെ ചിരി കോളേജിന്റെ വെളിയിൽ വെച്ച് ഞാൻ കണ്ടോ? നിന്റെ മൂന്നര ഷേപ്പ് ഞാൻ മാറ്റും, മനസ്സിലായോ? എന്താണ് ഇപ്പൊ ഇവിടെ നടന്നേ? ആവോ, എനിക്കറിയില്ല. ഇനി ഇവിടെ ഇതേപോലെ ഭാവി എങ്ങനെയാണോ? ഞാനിപ്പോ എന്താ ചെയ്തേ? അവളാരെങ്കിലും നോക്കിയാ എനിക്കെന്താ? ഞാനെന്തിന്റെ പവർക്ക് ചൂടായേ? എനിക്കെന്തേ സംഭവിക്കുന്നേ? എൽസ പതിയെ ക്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴും അമ്മന്റെ മുഖത്തൊരു ചിരിയുണ്ട്. അവളുടെ കുഞ്ഞി കണ്ണുകൾ ചിരിക്കുന്ന ഉള്ളിലേക്ക് പോകുന്നത് ഒരു കൗതുകത്തോടെ എൽസ നോക്കി നിന്നു. അവര് പറഞ്ഞത് ശരിയാ, എന്ത് രസാ അവളുടെ ചിരി കാണാൻ. നീ വലിയ കൗടിയല്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ പാടി.
ദേ പെണ്ണെ കളിക്കല്ലേ, മര്യാദക്ക് അവിടെ നിന്നോ, നിക്കണേ അവിടെ. എന്താണ് നിസ, എന്ത് പറ്റി? എന്താണ് വല്ല സ്വപ്നം കണ്ടോ നീ? ആരീ ഷാനു? അത് ശരി, ഇപ്പൊ നീ ഒന്നും പറയണ്ട, ഒന്ന് പ്രാർത്ഥിച്ച് കിടക്ക്. നീ കിടന്നോ, ഞാൻ പിന്നെ വന്ന് കിടന്നോളാം. ഞാൻ കുറച്ചു നേരം ഒന്ന് പുറത്തു പോയിരിക്കട്ടെ. ഷാനു, എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. പറ്റുന്നില്ലടി എനിക്ക്. തനിച്ചാക്കി പോവാനായിരുന്നു. എന്തിനാ നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന്? ജീവനുള്ള ശവത്തിന് തുല്യം ഞാൻ. ഇല്ലാതെ ഞാൻ എങ്ങനെ സന്തോഷിക്കും? എനിക്ക് പറ്റുന്നില്ലടി. I love you ഷാനു, I love you. എല്ലാവരുടെയും അമ്മ എങ്ങനെ എൽസയുടെ മാത്രം ഷാനുവായി? ഷാനു എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ദ റിയൽ ലവ് സ്റ്റോറി will be started.